വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഗാൻസൌവിലുണ്ടായ ഭൂചലനത്തിൽ മരണം 116ആയി. റിക്ടർ സ്കെയിൽ 6.2 രേഖപ്പെടുത്തിയ ഒരു വലിയ ഭൂകമ്പമായിരുന്നു. 400-ലേറെ പേർക്ക് പരിക്കുണ്ട്. കൊടും തണുപ്പ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയുമാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഭൂചലനമുണ്ടായത്. ഗാൻസു പ്രവിശ്യയിലുണ്ടായ ഭൂചലനത്തിന്റെ ആഘാതം തൊട്ടടുത്ത പ്രദേശമായ കിൻഗ്വായിലുമുണ്ടായി. ഗൻസുവിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ് പ്രഭവകേന്ദ്രം. ജിഷിഷാൻ കൗണ്ടി പ്രദേശത്താണ് ഏറ്റവുമധികം നാശനഷ്ടം. കെട്ടിടങ്ങൾ തകർന്നു, നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. നൂറുകണക്കിന് ആളുകൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങി. അടിയന്തര ദൗത്യ സംഘവും സന്നദ്ധ സംഘടനകളും പ്രദേശത്തെത്തി. എന്നാൽ കൊടും ശൈത്യം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നതായാണ് വിവരം. അടിയന്തര ദൗത്യ സംഘവും സന്നദ്ധ സംഘടനകളും പ്രദേശത്തെത്തി. എന്നാൽ കൊടും ശൈത്യം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നതായാണ് വിവരം. പ്രദേശത്ത് വൈദ്യുതി വിതരണം പൂർണ്ണമായും തകരാറിലായി. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നിർദ്ദേശം നൽകി. തായ്വാൻ പ്രസിഡന്റ് സായിങ് വെൻ അടിയന്തര സഹായം എത്തിക്കുന്നതിന് സന്നദ്ധത അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24.